അങ്ങനെ ആ ഷാമിലുള്ള മനുഷ്യനുണ്ടല്ലോ, തന്റെ വീടിന്റെ പുറത്തേക്ക് വന്നിട്ട് കാണുന്നവരോടൊക്കെ ചോദിക്കുന്നു, നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ അറിയുമോ? അദ്ദേഹം ചോദിക്കുമ്പോൾ എല്ലാവരും മറുപടി പറയുന്നു, വഹുവ കദ്ദാബ്, വഹുവ കദ്ദാബ്, മുഹമ്മദ് കള്ളനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി കള്ളനാണ്, നീ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് പോവണ്ടോ, പോയാൽ നീ നശിച്ചു പോകുമെന്ന് എല്ലാവരും പറയുമ്പോ അയാള് പറയുന്നില്ല, എനിക്ക് മുഹമ്മദ് നബിയെ കാണണം, ആ മുത്ത് നബി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനാ എല്ലാവരോടും അന്വേഷിച്ചു അവസാനം മദീനയിലാണെന്ന് മനസ്സിലാകുകയാണ്. അങ്ങനെ മദീനയിലേക്ക് ഷാമിൽ നിന്ന് ഒട്ടകത്തിന്റെ മുകളിലിതാ യാത്ര ആരംഭിക്കുകയോ. സുബ്ഹാനല്ലാഹ്, മദീനയിലേക്ക് ഇങ്ങനെ പോകുമ്പോ ആ ഷാമിലെ യഹൂദിയായ മനുഷ്യന്റെ മനസ്സിൽ എല്ലാം മുത്തനിബിതങ്ങളാണ്, മുഴുവനും മുത്തനിബിതങ്ങളാണ്. മുത്തനിബിതങ്ങളെ കുറിച്ച് തൗറാത്തിൽ വായിച്ചതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയോ. മുത്തനിബിതങ്ങൾ ഓരോ കാര്യങ്ങളിതാ അയാളെ അയവിറച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ധാരാളം ദിവസങ്ങൾക്ക് ശേഷം മദീന എന്ന പരിശുദ്ധമായ പട്ടണത്തിലേക്ക് ആ ഷാമിലെ യഹൂദിയായ മനുഷ്യനെത്തുമ്പോ മദീനയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോ മദീന എന്തോ വല്ലാത്ത സങ്കടത്തിലാണ്. മദീനയുടെ പ്രൗഢി കാണുന്നില്ല, മദീന വല്ലാത്ത മൂകതയിലാണ്. മദീനയിലെ എല്ലാ സ്ഥലത്തേക്കും നോക്കുമ്പോ വല്ലാത്ത കറുപ്പ. ഈ മനുഷ്യനിങ്ങനെ നോക്കുമ്പോ ഒരു വല്ലാത്ത സൗന്ദര്യമുള്ള മനുഷ്യനിങ്ങനെ അവിടെ ഇരിക്കുന്നത് കാണുക.